ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളും തമിഴ്നാട്ടിൽ കല്യാണത്തിന് പോയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ തമിഴ്നാട് കല്യാണം ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ കല്യാണം നടക്കുന്നത് കുംഭകോണം ഭാഗത്താണ്. ഒരുപാട് ദൂരം കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു കേട്ടോ കല്യാണ വിശേഷിക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ കാറിനാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങൾ 4 പേരാണ്. പിന്നെ ഞാൻ എൻ്റെ 3 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവരെ വീട്ടിൽ വൈകുന്നേരം എത്തിയിട്ടോ. എത്തി അവർ ഫുഡ് തരുന്ന ഇതാണ് ഭക്ഷണമൊക്കെ അവിടുത്തെ ഭക്ഷണം തന്നത്. അവർ പായൊക്കെ വിരിച്ചിട്ട് അതിൽ നല്ല സ്വീകരണമാണ് കേട്ടോ അവർ. അപ്പോൾ പിന്നെ ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഫ്ലെക്സ് ഒക്കെ അവിടെ അടിച്ചു വെച്ചതാണ്. ഫോട്ടോ ഒക്കെ അവർക്ക് അയച്ചു കൊടുത്ത് കണ്ട്. ആളെ പേര് പിന്നെ വരൻ്റെ പേര് മാരിയപ്പനാണ് കേട്ടോ. മാരിയപ്പൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് മണ്ഡപത്തിൽ വൈകിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഫ്രിഡ്ജ്, അലമാര, കട്ടില, അതേപോലെ സോഫ, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, പാത്രങ്ങൾ, എല്ലാ ഐറ്റംസും, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തുള്ള ഫുഡാണിത്. വൈകുന്നേരം ഒരുപാട് ആൾക്കാർ വരും. പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അവർക്കുള്ള ഫുഡാണിത്. അങ്ങനെ നേരം വെളുത്ത വീഡിയോ ഉണ്ടത്. അപ്പോൾ ഞങ്ങൾ വെച്ച ഫ്ലക്സ് ഒക്കെ അവിടെ അവർ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ. ഞങ്ങൾ ഫോട്ടോ വെച്ച ഫ്ലക്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. ഞങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് കല്യാണത്തിന് ഇങ്ങനെ വീക്ഷിക്കുകയാണ് എങ്ങനെ കേരള തയ്യാറെടുപ്പ്. പിന്നെ അവർ ആൾക്കാരെ സ്വീകരിക്കട്ടെ. അവർ മാരിയപ്പൻ്റെ അച്ഛനും അമ്മയും പിന്നെ പെങ്ങളും അതേപോലെ അളിയനും എല്ലാവരും കൂടി സ്ഥലത്ത് കല്യാണത്തിന് വരുന്ന ആൾക്കാരെ അങ്ങനെ സ്വീകരിക്കാണ്. ഒരു താളം പിടിച്ചിട്ട് എന്നിട്ട് മണ്ഡപത്തിൻ്റെ ഉൾഭാഗം കേട്ടോ. അപ്പോൾ കാലുകെട്ട് നടക്കുന്നതിന് മുമ്പുള്ള ഓരോ ചടങ്ങാട്ടോ. അതിനുള്ള പൂജക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കുകയാണ്. പൂജാരിയും കാര്യങ്ങളും. അതേപോലെ മാരിയപ്പനോട് എന്തൊക്കെ ആചാരങ്ങളുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാനും അടുത്തുണ്ട്. ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഇതൊക്കെയാണല്ലേ അവരുടെ ചടങ്ങുകൾ. ഒരുപാട് ചടങ്ങുണ്ട്. ഇത് ഒരുപാട് ചടങ്ങുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് കുറേ ഉണ്ട്. അപ്പം ഇത് അവൻ്റെ ബന്ധുക്കളൊക്കെ കൂടി അവനെന്തോ ഉപദേശം നടക്കേണ്ട ഒരു ചടങ്ങാണ്. എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ അവൻ്റെ പെങ്ങളെ പിന്നെ വധുവിനെ ഒരുക്കി കൊടുന്നിട്ടോ. മണ്ഡപത്തേക്ക് കൊടുന്നിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറയാണ്. പിന്നെ വധു അച്ഛനെയും അമ്മനെയും കാലിൽ എന്തൊക്കെ ആചാരങ്ങളുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ആചാരങ്ങളുണ്ടല്ലേ. ഒരുപാട് ആചാരങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ കുറേ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനും ഫ്രണ്ട്സും മാത്രമേ പോയിട്ടുള്ളൂ. വൈഫും മോളൊന്നും പോന്നിട്ടില്ല. അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ ഭാഗത്ത് മഴയാണ്, ഭയങ്കര മഴ, റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പൂജാരി അവർ താലികെട്ടിന് മുമ്പുള്ള എന്തോ ഒരു ചടങ്ങാണ്. അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അറിയില്ല. തമിഴ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ താലി ചെക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കെട്ടാനുള്ള സമയമായിരുന്നു. താലി പിന്നെ അമ്മയാണല്ലേ കെട്ടി കൊടുക്കുന്നത്. അമ്മയാണ് താലി കെട്ടുന്നത്. ചെക്കൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചിരട്ട കെട്ടി മുറുക്കുന്നത് അമ്മയാണ്. അമ്മയും പെങ്ങളും. അപ്പം അങ്ങനെ താലി കെട്ട് കഴിഞ്ഞു. അപ്പോൾ താലി കെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ നല്ല സന്തോഷത്തിലാണ് പെണ്ണും ചെക്കനും. അവിടുത്തെ ചടങ്ങുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഇതൊക്കെയാണ് അവിടുത്തെ ചടങ്ങ്. അവിടെ ഒരുപാട് ചടങ്ങുണ്ട്. ഇതിനു മുന്നും കുറേ ചടങ്ങുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ചടങ്ങ്. ഇതാട്ടോ പെണ്ണും ചെക്കനും ഇതാണ്. പെണ്ണിൻ്റെ വീട് തഞ്ചാവൂരാണ്. ചെക്കൻ്റെ വീട് കോയമ്പത്തൂർ, കുംഭകോണം. അപ്പോൾ ഒരുപാട് മാറ്റം കേട്ടോ. ഫാമിലി കേട്ടോ. അത് അവരുടെ പെങ്ങളും പെങ്ങളെ മക്കളും ഒക്കെയാണ് കേട്ടോ. ഇത് പെങ്ങളെ മക്കളാണ് ബാക്കിലിരിക്കുന്നത്. എൻ്റെ ആര്യപ്പൻ്റെ പെങ്ങളെ മക്കളാണ്. അവിടുത്തെ പൂജകളൊക്കെ ഉണ്ടോ. ഇത് ഇനി അവരുടെ ആചാരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. താലുകെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ആചാരങ്ങളും കൂടി ഉണ്ട്. പിന്നെ സിന്ദൂരം ചാർത്ത്, അതേപോലെ സിന്ദൂരം തൊടുക അല്ലേ. സിന്ദൂരം തൊടുക, അതേപോലെ കാലിൽ സിന്ദൂരം തൊടുക, താലിമ സിന്ദൂരം, താലിമാലമ്മ സിന്ദൂരം തൊടുക. പിന്നെ മഞ്ഞൾ തേക്കൽ ചടങ്ങുണ്ട് കേട്ടോ. മഞ്ഞൾ തേക്കലതിന് വേണ്ടി കഴിഞ്ഞു കണ്ടുപോയി. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്.
ഇതൊക്കെ ഒരു പ്രാർത്ഥനയാണ്. ഇതൊക്കെ ഓരോ ആചാരങ്ങളാണ്. ഇതാണ് സിന്ദൂരം തൊടുന്നത് കേട്ടോ. ഇപ്പൊ സിന്ദൂര ചടങ്ങാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചെക്കനും ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം, പിന്നെ ബെൽബട്ടൺ അടിക്കണം. ഈ താലിമാലയും പൂമാലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓലെ കയ്യിലെ വള കാണാനും നിറയെ മഞ്ഞളൊക്കെ തേച്ച് നല്ല അലങ്കാരത്തിലാട്ടോ അവർ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ചെക്കന് ബൈക്ക് അതേപോലെ പാത്രങ്ങൾ, ഫ്രിഡ്ജ്, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും പെണ്ണിന്റെ അവരുടെ തലയിലൊക്കെ വേറെ എന്തൊക്കെയാ വെച്ചിട്ടാട്ടോ പെണ്ണിറങ്ങണത്. അങ്ങനെ കാലുകെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ചടങ്ങാട്ടത്. ഒരു മരം കാണും. ഈ മരം അവർ കല്യാണത്തിന് ശേഷം അവർ രണ്ടാളും കൂടി കുഴിച്ചിടണം കേട്ടോ. അത് നല്ലോണം പരിപാലിച്ചിട്ട് അതിന്മേ പിന്നെ നല്ല കായ്ച്ചു വരണം എന്നാണ് പറയുന്നത്. എന്നാലും അവർക്ക് കായ്ച്ചു കഴിഞ്ഞാൽ നല്ല സന്താന ഭാഗ്യം ഉണ്ടാവും എന്നാണ് അവർ ആചാരം എന്നാണ് അവർ പറഞ്ഞത്. കറക്റ്റ് അറിയില്ല. എന്നാലും ഈ മരം അവർ കുഴിച്ചിടണം. അതേപോലെയാണ് അതാണ് മരം അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിലെന്താ പൊടികളാ ചാത്തിക്ക്? എന്താ ഇതൊക്കെ? പൊടികളൊന്നും ആചാരം പൂജന്റെ ഭാഗത്ത് ഓരോ സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ കണ്ടിരിക്കാൻ ഒരു കല്യാണം. ഇങ്ങനെ ഒരുപാട് വട്ടം അവരിങ്ങനെ ചുറ്റി വന്നിട്ടോ. ഓരോ സമയത്തും ഒരു ചുറ്റി വന്നു കഴിഞ്ഞാലാണ് ആ എന്തൊരു സംഭവം അവിടെ ചെയ്യുന്നുണ്ട്. ആ തീരെ എന്തോ ഇതുണ്ട്. കറക്റ്റ് എന്താണെന്ന് സംഭവം അറിയില്ല. പിന്നെ ആരോടും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കറക്റ്റ് നമുക്ക് അറിയാത്തത്. അങ്ങനെ ഒരുപാട് വട്ടം ചുറ്റി വരുന്നുണ്ട്. ഒരു 5-6 പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അവരിങ്ങനെ വലം വിടുകയാണല്ലേ, നമ്മളതില് വലം വെക്കാം. അപ്പോൾ ഓഡിറ്റോറിയൊക്കെ ഫുള്ളാണ്. അപ്പൊ ഞങ്ങൾ മലപ്പുറത്തുകാരെ ഏത് ലോകത്തായാലും കല്യാണത്തിന് ഉണ്ടാവട്ടോ ഗൈസ്. അപ്പോൾ ഓഡിറ്റോറിയൊക്കെ ഫുള്ളാണ്. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ വീക്ഷിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. മഴയാണെങ്കിലും നല്ല ജനം കിട്ടാൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ ഇതിന് മുന്നേ ഇവിടെ നാട്ടിൽ പണിക്ക് വന്ന ആൾക്കാരാട്ടോ ഇവരൊക്കെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അവരുടെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ചായ കുടിച്ചു. ഞങ്ങൾ അധികം വൈകുന്നേരം എത്തി. പിറ്റേന്ന് ഉച്ചതിൻ്റെ ശേഷമായപ്പോൾ ഉച്ചയ്ക്ക് ദിവസങ്ങൾ പോകും. ഇത് പിന്നെ ഞങ്ങളൊരു ഗിഫ്റ്റ് ഹസ്ബൻഡിന്റെ ഗിഫ്റ്റ് ആട്ടോ. ഇത് ഹസ്ബൻഡ് മാത്രമല്ല, ഇത് ഞങ്ങൾ 4 കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങിയതാണ്. അതായത് ചെക്കൻ്റെയും പിന്നെ പെണ്ണിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഫ്രെയിം. അപ്പോൾ ഇത് ഞങ്ങൾ കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോരാന്നുള്ള പ്ലാനിങ്ങിലാണ്. അത് ആ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് കാണിക്കില്ലല്ലോ. ഇതാണ് ഗിഫ്റ്റ്. ഞങ്ങൾ 4 ആളും. അപ്പൊ ഇതാട്ടോ അവരുടെ ഗിഫ്റ്റ്. നമ്മളെ മലപ്പുറത്തിന്റെ സ്വന്തം തമിഴ്നാട്ടിലേക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാട്ടോ മലപ്പുറത്തെ ഫ്രണ്ട്സുകൾ 5 ആളില്ലേ? 5 ആള്. 4 ആള് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുത്തിട്ട് കഴിഞ്ഞു. പിന്നെ അവര് നമ്മളെ നാട്ടിൽ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവർക്കുള്ള കാശും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിച്ചു. ഫുഡുകളൊക്കെ ഉണ്ടോ അത്? കല്യാണത്തിന്റെ ഫുഡുകള് ഇഡലി, അതേപോലെ സാമ്പാർ, പിന്നെ സദ്യ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കേസരി, അങ്ങനെ പായസം, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് കഴിച്ചതിന് ശേഷം പ്രത്യേകത നമ്മളെ ചെരുപ്പൊക്കെ പുറത്തിട്ടാണ് കേട്ടോ. കാരണം നമ്മളൊന്ന് ഓഡിറ്റോറിയത്തിലും അങ്ങനെ ഇങ്ങോട്ട് ഓടി കയറാൻ. ഞങ്ങള് അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ. ഓക്കെ.